Hello guys, welcome back. Bye Cloud. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പെൻപാൽ വിത്ത് മീ ആണ്. അതായത് എനിക്ക് ഈ ഒരു പെൻപാൽ അയച്ചിട്ടുണ്ടായിരുന്നത് കിങ്ങിണി കുക്കു എന്നിട്ടുള്ളൊരു യൂട്യൂബ് ചാനലിൽ നിന്നാണ്. ആളുടെ പേര് വന്നിട്ട് അമയാന്നാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് എൻ്റെ ലൈഫിൽ എനിക്ക് ഇത്രയും കൊല്ലമായിട്ട് ഞാൻ ജനിച്ച് ഇത്രയും കൊല്ലമായിട്ട് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം കിട്ടുന്നൊരു പെൻപാലാണിത്. അപ്പോൾ വൈറ്റ് ക്ലൗഡിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. എൻ്റെ ചാനലിൻ്റെ പേരൊക്കെ എഴുതിയിട്ട് ഒരാൾ പെൻപാൽ ചെയ്യാന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ പെൻപാൽ എങ്ങനെയെങ്കിലും ഒന്ന് പൊട്ടിച്ചാൽ മതി എന്നായിരുന്നു ഞാൻ ഇത്രയും ദിവസം വീഡിയോ ഇടാണ്ടിരുന്നത്. ഞാൻ പാലക്കാട് പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഇടാണ്ടിരുന്നതാണ്. അവിടുന്നും പിന്നെ ഞാൻ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് പെൻപാലിൻ്റെ ഫ്രണ്ട് പേജായിട്ട് നമുക്ക് ഫ്രണ്ട് കവറായിട്ട് നമുക്ക് കിട്ടിയുള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിക്കർ ജസ്റ്റ് ഒന്ന് അത് നമ്മളിപ്പോൾ അറിയാമല്ലോ, ഈ പെൻപാലൊക്കെ ചെയ്യുമ്പോൾ ഷിപ്പിങ്ങൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും അതിൻ്റെ അവസ്ഥ ഇതിലും കോളായിട്ടുണ്ടാവും. ബട്ട് ഇതെന്തോ നല്ല വൃത്തിക്ക് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റിക്കർ ജസ്റ്റ് ഒന്ന് നൽകുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനിത് എങ്ങനെ ഓപ്പൺ ചെയ്യുമെന്ന് എനിക്ക് ആദ്യം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് ബാക്കിൽ നോക്കിയത്. അങ്ങനെ അതിൻ്റെ അകത്ത് എനിക്ക് ക്വസ്റ്റ്യൻസും വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് ഗുഡീസ് മാത്രം മതി. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഓരോന്ന് ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. ഗുഡീസ് നല്ല സോഫ്റ്റ് സ്കുഷി പോലെ ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും കേട്ടോ. ഇത് ഈ ഒരു കവറില്ലേ, അതും ഹാൻഡ് മെയ്ഡായിട്ട് തന്നെ ഉണ്ടാക്കിയതാണ്. ഞാൻ വിചാരിച്ചു അത് പുറത്തുനിന്ന് വാങ്ങിച്ചായിരിക്കും എന്നൊക്കെ. അതും ആൾ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ വാഷി ടൈപ്സും എല്ലാം യൂസ് ചെയ്തിട്ടുള്ളത് ഹാൻഡ് മെയ്ഡായിട്ടുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഇനിയിപ്പോൾ എത്ര കൊളായാലും എനിക്കൊരു കുഴപ്പമില്ല. ഏതോ ഒരു നാട്ടിൽ നിന്ന് എനിക്ക് ഇങ്ങോട്ട് ഒരു പെൻപാൽ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എൻ്റെ ലൈഫിൽ നടക്കാത്തൊരു കാര്യമാണ്. അത് നടന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ സെലോ ടാപ്പൊക്കെ എൻ്റെ നഖം വെച്ച് ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ആദ്യം. പക്ഷെ അത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാനൊരു പേപ്പർ കട്ടറൊക്കെ വെച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ലെറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല വിൻറ്റേജ് തീമിലാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇടയ്ക്ക് എവിടെയോ ക്യൂട്ട്നെസ് വന്നു, എന്നാലും നല്ല വിൻറ്റേജ് ആയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ആൾ. പിന്നെ ലെറ്ററൊക്കെ ഞാൻ വായിച്ചു. എന്നെ ഇങ്ങനെ പൊക്കി പറയുമ്പോൾ ഞാൻ ആകാശത്തൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, അത്രയൊക്കെ മതി. ഇങ്ങനെ പൊക്കി പറയണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അത് ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയി കാണിക്കുന്നൊന്നുമില്ല. അപ്പം അത്രേ ഉള്ളൂ. അടുത്തത് ക്വസ്റ്റ്യൻസ് സത്യം പറഞ്ഞാൽ എനിക്കത് എഴുതിയത് ജസ്റ്റ് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് മനസ്സിലായത് വെച്ച് ഞാൻ ആൾക്കൊരു പെൻപാൽ ചെയ്യുന്നുണ്ട്, അപ്പം വെയിറ്റ് ചെയ്തിരിക്കുക ആൾ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ അധികം വലിയ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, 6 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയി കാണിക്കുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ്റെ എന്താ പറയുക, ഈ ഒരു ഐഡിയ ക്ലൗഡ് വെൽവിഷറിന് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഐഡിയ ആണ്. നെക്സ്റ്റ് വൺ ഈസ് മൈ ഫേവറേറ്റ് ഗുഡീസ്. ഈ ഗുഡീസ് നിങ്ങൾ കണ്ടാൽ ഞെട്ടിപ്പോൾ അത്രയ്ക്കും നല്ല ക്യൂട്ടും എസ്തെറ്റിക്കും ഒക്കെ ആയിട്ടായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതും ഞാൻ നേരത്തെ പോലെ പറിക്കാൻ വേണ്ടി നിന്നു. പക്ഷേ ഇതെനിക്ക് നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു വിധം ഞാൻ കട്ട് ചെയ്തൊക്കെ എടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള നോക്കാം. കുറേ വാഷി ടൈപ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് 4 വാഷി ടൈപ്പായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഓരോന്നും എടുത്തെടുത്ത് പറയാം. അതായത് ഈ ഒരു ഗുഡീസിൻ്റെ പാക്കറ്റിൽ ഇതാണ് ഗുഡീസിൻ്റെ പാക്കറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പാക്കറ്റിൽ കുറേ അധികം ഐറ്റംസ് അതിൻ്റെ അത് കൊള്ളാവുന്ന അത്രയും വെച്ചു. പിന്നെ ഈ ക്രഞ്ചീസ് ഇല്ലേ, ക്രഞ്ചീസ് തന്നെയാണ് പറയാൻ തോന്നുന്നു, ഇനി പേപ്പർ ക്രഞ്ചീസ്. അപ്പോൾ ഈ സംഭവമൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് തന്നിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ഞാൻ ഓരോന്നും പറയാം. ഒരു കട്ടുള്ള പേപ്പറിൽ ഇങ്ങനെ ബണ്ണീന്ന് വരച്ചിട്ടൊരു സംഭവം തന്നിട്ടുണ്ടായിരുന്നു, വോൾ പോസ്റ്റർ പോലത്തെ ഒരു സംഭവം. ഇത് ഞാൻ ആളുടെ ചാനൽ നോക്കിയപ്പോൾ അതിൻ്റെ അകത്തൊരു മൂൺ ലാമ്പല്ല, ഒരു ലാമ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആൾ. അപ്പോൾ അതിൻ്റെ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡിസൈൻ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു പേപ്പറിൽ ഞാൻ ചെയ്തെന്താ ലെറ്റർ അല്ലായിരുന്നു, അതൊരു ഇങ്ങനെ സർക്കിൾ സ്റ്റിക്കേഴ്സ് ഇല്ലേ, അതിങ്ങനെ വരച്ചിട്ടുണ്ടായിരുന്നു ആൾ. സെല്ലോ ടേപ്പ് ഒന്നും ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് ഇങ്ങനത്തെ ആയിരുന്നു ഇഷ്ടം. അതുകൊണ്ട് സെല്ലോ ടേപ്പ് ഒന്നും ആൾ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് എന്താ പറയുക പേപ്പർ സോപ്സ് ആയിരുന്നു, പേർപ്പിൾ കളറ്, പിന്നെ വൈറ്റ്, ബ്ലൂ,
വൈറ്റ് ഒരെണ്ണമത്തെ ഉണ്ടായിരുന്നുള്ളൂ, ബ്ലൂ കുറേ ഉണ്ടായിരുന്നു, പേർപ്പിളും കുറേ ഉണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി ബ്ലൂവും പേർപ്പിളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് റൈറ്റിങ്സ് ആയിരുന്നു, ആ ഒരു ത്രെഡ് പോലത്തെ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, അതും ഞാൻ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് വേർഡ്സ് ആയിരുന്നു. ഇത് നല്ല പണ്ടത്തെ എന്തോ ഓലയെഴുത്തോ അങ്ങനെ എന്തോ അറിയില്ലേ, അതുപോലെ ആയിരുന്നു അത് കാണാനുണ്ടായിരുന്നത്. പിന്നെ ഒരു ഗോൾഡൻ പ്ലേ ബട്ടൺ, ഇതും വെൽവിഷറിന് കടൽ ക്ലൗഡ് ചെയ്തതിൻ്റെ അകത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലൊക്കെയാണ് അത് ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ്. പിന്നെ നമുക്ക് കുറച്ചധികം എന്താ പറയുക, ജേണൽ സപ്ലൈസ് ആയിരുന്നു. ഇതിൻ്റെ അകത്ത് അധികവും ജേണൽ സപ്ലൈസ് തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആൾ. അപ്പോൾ കുറച്ചധികം പാറ്റേൺ പേപ്പേഴ്സ് ഒക്കെ ആയിരുന്നു. പാറ്റേൺ പേപ്പർ അല്ല, കുറച്ച് കളർ പേപ്പേഴ്സ് പോലെ തന്നെ ആൾ വാട്ടർ കളർ വെച്ച് ചെയ്താന്ന് തോന്നുന്നു, അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചധികം കളേഴ്സ്. ഇതൊക്കെ എനിക്കിനിപ്പോൾ ജേണൽ ചെയ്യാൻ വേണ്ടി സപ്ലൈസ് ഒന്നും തേടി നിൽക്കണ്ട, ഇതൊക്കെ വെച്ച് ഇങ്ങനെ ചെയ്യാം. പിന്നെയുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് ഇതാണ്. ഇത് ഒരു എന്താ പറയുക, സ്റ്റോറി ബുക്കിൽ നിന്ന് കട്ട് ചെയ്തെടുത്താന്ന് തോന്നുന്നു. അതിൽ കുറച്ച് ബ്രൗൺ കളറൊക്കെ അടിച്ചിട്ടൊരു സംഭവം എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഇത് ഗ്രീൻ ഇങ്ങനെ ക്രഞ്ചീസ് അല്ല, ഇതൊരു ഇങ്ങനെ എന്താ പറയുക, ടിഷ്യൂ പേപ്പർ മോഡലാണ് അത് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ഇതുപോലത്തെ കുറച്ച് സ്ക്വയർ പേപ്പറിൽ ഇതുപോലെ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വിൻറ്റേജ് തീമിലുള്ള ഒരു പേപ്പർ, അതും ടിഷ്യൂ മോഡലായിരുന്നു. പിന്നെ 4 വാഷി ടൈപ്സ്. ഇതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുണ്ടായിരുന്നത്, ഞാൻ ഫസ്റ്റ് കാണിക്കുന്ന ഈ ഒരു വാഷി ടൈപ്പാണ് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. കാരണം ഇത് ഏകദേശം ഒറിജിനൽ പോലെയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് കണ്ടപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ അങ്ങനെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ഇതും ഇഷ്ടപ്പെട്ടു, എല്ലാം ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റത്തെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഇതും നല്ല ക്യൂട്ടായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ലാസ്റ്റ് ആയിരുന്നു ഞാൻ ഈ ഒരു പേപ്പർ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ സൈഡിലൊക്കെ കീറി പോയിട്ടുണ്ട്, അതെൻ്റെ കയ്യിൽ നിന്ന് കീറി തന്നെയാണ്. അപ്പോൾ അങ്ങനെ കീറി പോയിട്ടുണ്ടായിരുന്നു, അതും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ക്രഞ്ചീസൊക്കെ വെച്ച് ഇങ്ങനെ കളിച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു പെൻപാലിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ആൾക്ക് തിരിച്ച് പെൻപാൽ അയക്കുന്നുണ്ട്, റിപ്ലൈ പെൻപാൽ. അപ്പോൾ അതിൻ്റെ ലോങ് വീഡിയോ ഇടുന്നില്ല, ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.